ഓഗസ്റ്റ് 4 ഞായറാഴ്ച. യോഹന്നാൻ 6:24 മുതൽ 35 വരെ വാക്യങ്ങൾ. പണ്ഡിറ്റ് അത്താവലേജിയുടെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ കുടിവെള്ള സൗകര്യം ഇല്ലായിരുന്നു. കുട്ടികൾ മൺചട്ടികളിൽ കുടിവെള്ളം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്രക്കാർക്ക് വിൽക്കുമായിരുന്നു. ഒരിക്കൽ ട്രെയിൻ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ പണ്ഡിതൻ കുട്ടിയോട് ചോദിച്ചു, എത്ര രൂപയാണ് വില? 50 പൈസ കുട്ടി പറഞ്ഞു. പണ്ഡിറ്റ് മടിച്ച് വില പേശാൻ ശ്രമിച്ചു. 25 പൈസ പോരെ? അയാൾ ചോദിച്ചു. ഇല്ല. 30 പൈസ? ഇല്ല, 50 പൈസയാണ്. തുടർന്ന് കുട്ടി അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. അപ്പോൾ ആ പണ്ഡിറ്റ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹേയ്, ഞാനാണ് ആദ്യം നിന്നോട് ചോദിച്ചത്. കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, സർ, ഞാൻ നിങ്ങൾക്ക് വെള്ളം വിൽക്കില്ല, കാരണം നിങ്ങൾക്ക് ദാഹമില്ല. ദാഹിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വില പേശില്ല. നമുക്ക് ദാഹമുണ്ടോ? വിശപ്പുണ്ടോ? എന്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ്? ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമേ നിങ്ങളുടെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വിശപ്പ് എന്താണ്? നാം കർത്താവിനായി ദാഹിക്കുന്നുണ്ടോ? അവൻ്റെ രാജ്യത്തിനായി നമുക്ക് വിശപ്പുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ എന്ത് കഴിയും? ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, തൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, തന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. യേശുവിനെ അനുഗമിക്കുന്നത് പലരും തങ്ങൾ കഴിച്ച ആഹാര നിമിത്തമാണെന്ന് യേശു ശ്രദ്ധിച്ചു. ഒരുപക്ഷെ അവർ ഇനിയും അത്തരം അപ്പം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹത്തെ പിന്തുടർന്നത്. വിശക്കുന്ന ലോകത്തെ പട്ടിണി പാവങ്ങളാണ് നാം ഓരോരുത്തരും. ജീവനെ നിലനിർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന, ഊർജവും നൽകുന്ന, സംതൃപ്തി നൽകുന്നതുമായ പലതിനെയും നാം അന്വേഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കഴിക്കുന്ന അപ്പത്തിൻ്റെയും വൈവിധ്യങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കുക. അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അപ്പമുണ്ട്. നിഷേധാത്മകതയുടെയും ശത്രുതയുടെയും പോർവിളികളുടെയും അപ്പമുണ്ട്. മറ്റൊരു മനുഷ്യനെ അവഹേളിക്കുന്ന അപ്പമുണ്ട്. ചില അപ്പം നാം ഭക്ഷിക്കുന്നത് മുറിവേറ്റ വികാരങ്ങളുടെയും നീരസത്തിൻ്റെതുമാണ്. ചിലപ്പോൾ ഏകാന്തതയുടെയും ഭയത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അപ്പം ഭക്ഷിക്കുന്നു. ദുഃഖത്തിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ അപ്പവും നാം ഭക്ഷിക്കുന്ന സമയമുണ്ട്. മറ്റു ചിലപ്പോൾ അധികാരത്തിൻ്റെയും മറ്റുള്ളവരുടെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ അപ്പം ഭക്ഷിക്കുന്നു. ചിലപ്പോഴൊക്കെ പ്രതികാരത്തിൻ്റെ അപ്പമാണ് കഴിക്കുന്നത്. നാം കഴിക്കുന്ന അപ്പം നമ്മുടെ വിശപ്പിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിലത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറ്റാൻ തങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾ യേശുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കാനാണ്. യേശു ദൈവപുത്രനാണെന്നതിൻ്റെ സൂചനയായിരുന്നു അത്. അവനിൽ വിശ്വസിക്കുന്നതിലൂടെ ഒരുവൻ്റെ ആത്മീയ വിശപ്പും ദാഹവും തൃപ്തികരമാകും. ചുരുക്കത്തിൽ നമുക്ക് വേണ്ടത് യേശു മാത്രമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് യേശു ജനങ്ങളോട് പറയുന്നു.
എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. അവൻ ജനങ്ങൾക്ക് സ്വയം വാഗ്ദാനം ചെയ്യുന്നു. യേശു നശ്വരമായ ജീവിതത്തെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അനശ്വരമായ അപ്പമാണ്. കുടുംബം, സുഹൃത്തുക്കൾ, അപരിചിതർ, ശത്രുക്കൾ, നമ്മോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും, ഇങ്ങനെ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അവൻ നമ്മെ തന്നെ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഓരോ ദിവസവും നാം കഴിക്കുന്ന അപ്പം തിരഞ്ഞെടുക്കുന്നു. നശിക്കുന്നതോ അല്ലെങ്കിൽ ജീവിക്കുന്നതോ, ഏതാണ് നാം തിരഞ്ഞെടുക്കുക? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.